വൈറ്റ് ആണോ അടിക്കണേ? വൈറ്റ് ആണോ? അപ്പൊ രാവിലെ എത്ര മണിക്ക്? 3 മണിക്ക് തുടങ്ങും. ഓ ഇത് പെയിന്റ് വേറെ പെയിന്റ് ആണ് അല്ലേ? ശരിക്കുള്ള ഈ പെയിന്റ് അല്ലല്ലോ. ഓ ആ ശരി. ഇതിപ്പോ ഇനി ഉണങ്ങണോ? എങ്ങനെയാണ് ഉണങ്ങിയില്ല? എത്ര മിനിറ്റ് കൊണ്ട് ഉണങ്ങും? ആ ഇതിങ്ങനെ പിടിച്ചു വെക്കണം എന്തിനാ? ഇതെങ്ങനെ കളയുന്നിട്ട്? മണ്ണെണ്ണ. ഇതൊരു സ്പിരിറ്റിന് ചെയ്യണതാണ് അല്ലേ? എന്താ പേര് ചേട്ടൻ്റെ? എന്താ പേര്? എത്രല്ല പഠിക്കണേ? അതെ നിനക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാ? ഇഷ്ടമായിട്ടാ? ഇഷ്ടം വരയ്ക്കാൻ? പുലി വരയ്ക്കാൻ ഇഷ്ടം? അതെ അതെ. എത്രാമത്തെ? 3-ാമത്തെ വർഷമാണോ? ഇഷ്ട കുട്ടിപ്പുലിയാണ് ഇഷ്ടം? എന്താ പേര്? എന്തിനാ പഠിക്കുന്നത്? എന്തിനാ പഠിക്കണേ? കോട്ടയം മെഡിക്കൽ കോളേജ്. എത്ര തേർഡ് ഇയർ? ഓൾ ദി ബെസ്റ്റ്. അടിപൊളി സ്പിരിറ്റ്. ഓക്കെ നോക്കൂ ഈ ചോപ്പ് വേണം വെച്ചിട്ട് വെയിറ്റ് ചെയ്തല്ലേ? അവരുടെ കൊടിയുടെ അടയാളാണ് പുലി. അപ്പം അതിൽ അവർ പട്ടാളക്കാരിൽ അവർ ആഘോഷങ്ങൾ വരുമ്പോൾ നടത്തിയിരുന്നതാണ് പുലിയുടെ പേര് ചായയിലേക്കും പുലിക്കളിയായിട്ട് നടത്തിയിരുന്നത്. അത് ട്രഡീഷണലി കൈമാറിയിട്ടാണ് നമ്മൾ അത് പക്ഷെ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. ഇപ്പം തൃശ്ശൂർ മാത്രമാണ്. പണ്ട് വേറെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ ഇവിടെ ആ കടുവാക്കളിയാണ് പുലിക്കളിയായിട്ട് ഇവിടെ പരിണമിച്ച് ഇവിടെ ഒരു തൃശ്ശൂരിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു പര്യായാണ് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു പ്രദേശത്തിൽ ഒരു നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഏകമനസ്സോടുകൂടി കലാപീഠം 51 പിന്നെ ഞങ്ങൾ പെൺപുലിയുണ്ട്, കുട്ടിപ്പുലിയുണ്ട്, വരയമ്പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, വെള്ളക്കടുവയുണ്ട്. കളറ് ചേർക്കാൻ വേണ്ടി ഒരു കുറച്ച് കളറുണ്ട്. എത്ര വർഷം ഞങ്ങൾ നിരന്തരം നടത്തിയിരുന്ന ടീമാണ്. ഇപ്പോൾ ഏകദേശം 200 വർഷത്തെ പാരമ്പര്യമാണ് പറയുന്നത് പുലിക്കളിക്ക്.